ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളാണ്. മാത്രമല്ല നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളതാണ്. നമ്മൾ പല കാര്യങ്ങളും കഴുകാറുണ്ട് അല്ലെ. കാറ് കഴുകാറുണ്ട്, ചെരുപ്പ് കഴുകാറുണ്ട്, അതുപോലെ തന്നെ തുണി കഴുകാറുണ്ട്. അതുപോലെ കിച്ചണിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴുകിയിട്ട് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ഇപ്പൊ ഭക്ഷണ സാധനങ്ങളൊക്കെ. അപ്പൊ അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മൾ റൈസ് എന്ന് പറയുന്നത്. അപ്പൊ അത് യൂസ് ചെയ്തിട്ടുള്ള സെന്റൻസുകളാണ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെന്റൻസുകളാണ് കേട്ടോ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ടൈപ്പിലുമാണ് നമ്മൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സെന്റൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ വേറൊരു കാര്യം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കും സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ വരുന്ന സെന്റൻസുകളിലുള്ള മാറ്റങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതായത് ചില സിറ്റുവേഷനിൽ നമ്മൾ ഒരു ഓക്സിലറി യൂസ് ചെയ്യും, ചില സിറ്റുവേഷനിൽ നമ്മൾ വേറെ ഓക്സിലറി യൂസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമുക്ക് മൈൻഡിൽ വരുമ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പൊ അതേ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോരോ സെന്റൻസിന്റെ ഇടയിലും വരുന്ന ഡിഫറൻസുകളും നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുകൊണ്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം. നീ അരി കഴുകുകയാണോ? നീ അരി കഴുകുകയാണോ അല്ലേ? നീ തുണി കഴുകുകയാണോ? നീ കാറ് കഴുകുകയാണോ? എല്ലാ സെന്റൻസിലും നമുക്ക് ഇതേ മെത്തേഡ് യൂസ് ചെയ്യാം. നമ്മൾ എന്താണോ ചോദിക്കുന്നത് അത് നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാന്ന് മാത്രം. അപ്പൊ ഇവിടെ ഞാൻ ചോദിക്കുന്നത് എന്താണ്? നീ അരി കഴുകുകയാണോ? ഓൺ ദ സ്പോട്ടിലാണ് ചോദിക്കുന്നത്. ആർ യു വാഷിംഗ് ദ റൈസ്? ആർ യു വാഷിംഗ് ദ റൈസ്? അപ്പൊ റൈസിനെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ആഡ് ചെയ്യാം എന്നർത്ഥം. ഓക്കെ, ആർ യു വാഷിംഗ് ദ റൈസ്? നീ അരി കഴുകുകയാണോ? ഞാൻ അരി കഴുകുകയാണ് എന്ന് പറയുകയാണെങ്കിലോ, ഞാൻ അരി കഴുകുകയാണ്. ഐ എം വാഷിംഗ് ദ റൈസ്. ഐ എം വാഷിംഗ് ദ റൈസ് അല്ലെ. അവൾ അരി കഴുകി. അപ്പോൾ ഇവിടെ നമ്മൾ വെർബിന്റെ എല്ലാ ഫോമും നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അത് വളരെ മസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ വെർബ് നിങ്ങൾ പഠിച്ചു വെക്കണം. അതിനുവേണ്ടി നമ്മൾ പുതിയ ചാനലിലുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അവൾ അരി കഴുകി, കഴിഞ്ഞ കാര്യമാണ്. ഷീ വാഷ്ഡ് ദ റൈസ്. ഷീ വാഷ്ഡ് ദ റൈസ്. അപ്പൊ വാഷിന്റെ വിറ്റു ആണ് വാഷ്ഡ് എന്ന് പറയുന്നത്. ഷീ വാഷ്ഡ് ദ റൈസ്. ഓക്കെ, അവൾ അരി കഴുകിയിട്ടുണ്ട്. അതായത് കഴുകി എന്ന് പറയുമ്പം അത് കഴിഞ്ഞു. അവൾ അരി കഴുകിയിട്ടുണ്ട് എന്ന് പറയുമ്പം ആ ഒരു സ്പോട്ടിൽ കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് അവളായത് കൊണ്ട് തന്നെ ഷി ഹാസ് വാഷ്ഡ് ദ റൈസ്. അപ്പോൾ ഹാസ് ആ വരുമ്പോൾ വെർബ് V3 ഫോം ആണ്. അപ്പൊ വാഷിന്റെ V3യും എന്താണ്? വാഷ്ഡ് ആണ്. ഷി ഹാസ് വാഷ്ഡ് ദ റൈസ്. അവൾ അരി കഴുകിയിട്ടുണ്ട്. അവൾ ഇപ്പോൾ അരി കഴുകും എന്നാണെങ്കിലോ, അവൾ ഇപ്പോൾ അരി കഴുകും. വരാനിരിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത് അല്ലെ. അപ്പോൾ എന്താ പറയേണ്ടത്? വില്ലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഷീ വിൽ വാഷ് ദ റൈസ് നൗ. ഷീ വിൽ വാഷ് ദ റൈസ് നൗ. അപ്പൊ നമ്മൾ വെർബ് V1 ഫോമിലാണ് വരേണ്ടത്. ഓക്സിലറിയുടെ കൂടെ V1 ഫോം ആണ്. എന്നാൽ ചില ഓക്സിലറിയുടെ കൂടെ വ്യത്യസ്തങ്ങളായ ടൈപ്പിലാണ്. ഇപ്പൊ ഹാസ് യൂസ് ചെയ്തപ്പം V3 ആണ്. അതുപോലെ ഈസാറ യൂസ് ചെയ്യുന്ന സമയത്ത് ING ഫോമിലാണ്. ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് കേട്ടോ. സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് വെർബിന്റെ എല്ലാ ഫോം പഠിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ഇപ്പോൾ അരി കഴുകും. ഷീ വിൽ വാഷ് ദ റൈസ് നൗ. ഓക്കെ, ഇനി അവൾ അരി കഴുകിയിട്ടുണ്ടാകും. അവൾ അരി കഴുകിയിട്ടുണ്ടാകും, ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഷീ മസ്റ്റ് ഹാവ് വാഷ്ഡ് ദ റൈസ്. അവിടെ എന്താണ് നമ്മൾ യൂസ് ചെയ്തത്? V3 ആണ്. മസ്റ്റ് ഹാവ്, വിൽ ഹാവ് ഇതൊക്കെ വരുന്ന സമയത്തും വെർബ് V3 ഫോമിലായിരിക്കണം. ഷീ മസ്റ്റ് ഹാവ് വാഷ്ഡ് ദ റൈസ്. അവൾ അരി കഴുകിയിട്ടുണ്ടാകും. ഓക്കെ, നീ അരി കഴുകി കഴിഞ്ഞോ അല്ലേ? നീ അരി കഴുകി കഴിഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലോ. ഹാവ് യു ഫിനിഷ്ഡ് വാഷിംഗ് ദ റൈസ്? ഹാവ് യു ഫിനിഷ്ഡ് വാഷിംഗ് ദ റൈസ്? നീ അരി കഴുകി കഴിഞ്ഞോ അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടോ? ഓക്കെ, ഇതിന്റെ ആൻസർ ഇങ്ങനെ പറയാം. ഞാൻ അരി കഴുകി കഴിഞ്ഞു. ഞാനാണ് സബ്ജക്റ്റ്. ഞാൻ അരി കഴുകി കഴിഞ്ഞു. ഐ ഹാവ് ഫിനിഷ്ഡ് വാഷിംഗ് ദ റൈസ്. ഐ ഹാവ് ഫിനിഷ്ഡ് വാഷിംഗ് ദ റൈസ്. ക്വസ്റ്റ്യനും ആൻസർ ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, അരി കഴുകി കഴിഞ്ഞതിന് ശേഷം ഇത് കഴുകും. ഇപ്പൊ ഒരു തക്കാളിയോ ഉരുളക്കിഴങ്ങോ പച്ചമുളകോ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കഴുകാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അപ്പൊ അരി കഴുകി കഴിഞ്ഞതിന് ശേഷം ഇത് കഴുകൂ. എങ്ങനെയാ പറയാ? ഇത് കഴുകൂ. വാഷ് ദിസ് ആഫ്റ്റർ വാഷിംഗ് ദ റൈസ്. സിമ്പിൾ ആണല്ലോ. വാഷ് ദിസ്
ഇത് കഴുകൂ ആഫ്റ്റർ വാഷിംഗ് ദ റൈസ്. ഓക്കെ, ആഫ്റ്റർ കഴിഞ്ഞ പിന്നെ നമ്മൾ വെർബ് നമ്മൾ വെർബിന്റെ കൂടെ ഒരു ing മസ്റ്റ് ആണ് കേട്ടോ. അപ്പോ വാഷ് ദിസ് ആഫ്റ്റർ വാഷിംഗ് ദ റൈസ്. അരി കഴുകി കഴിഞ്ഞതിന് ശേഷം ഇത് കഴുകൂ. ഓക്കെ, ആരാ അരി കഴുകിയത്? കഴിഞ്ഞു പോയ കാര്യമാണല്ലോ. ഹു വാഷ്ഡ് ദ റൈസ്? ആരാ അരി കഴുകിയത്? നീ എപ്പോൾ അരി കഴുകും? വരാനുള്ള കാര്യമാണല്ലോ. നീ എപ്പോൾ അരി കഴുകും? വെൻ വിൽ യു വാഷ് ദ റൈസ്? വെൻ വിൽ യു വാഷ് ദ റൈസ്? ഞാൻ ഇപ്പോൾ അരി കഴുകും. നേരത്തെ അവൾ ഇപ്പോൾ അരി കഴുകും എന്ന് പറഞ്ഞു. ഇനി ഞാൻ ഇപ്പോൾ അരി കഴുകും. ഒരു വ്യത്യാസമില്ല. നമ്മൾ സബ്ജക്റ്റ് ഐ യൂസ് ചെയ്യുക. ഐ വിൽ വാഷ് ദ റൈസ്. ഐ വിൽ വാഷ് ദ റൈസ് നൗ. ഐ വിൽ വാഷ് ദ റൈസ് നൗ. ഓക്കെ, അരി കഴുകി വെച്ചിട്ടുണ്ട്. അരി കഴുകി വെച്ചിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അരി കഴുകി റെഡിയാക്കിയിട്ടുണ്ട് എന്ന് പറയാറുണ്ടല്ലോ. ദ റൈസ് ഹാസ് ബീൻ വാഷ്ഡ് ആൻഡ് കെപ്റ്റ് റെഡി. കെപ്റ്റ് റെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചിട്ടുണ്ട് അല്ലെ എന്നുള്ളതാണ്. അപ്പം അരി കഴുകി വെച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ദ റൈസ് ഹാസ് ബീൻ വാഷ്ഡ് ആൻഡ് കെപ്റ്റ് റെഡി. ഓക്കെ, അരി കഴുകിയാൽ പറയണം അല്ലെ. അരി കഴുകിയാൽ എന്നോട് പറയണം എന്നാണ്. ടെൽ മീ, എന്നോട് പറയണം ആഫ്റ്റർ വാഷിംഗ് ദ റൈസ്. ടെൽ മീ ആഫ്റ്റർ വാഷിംഗ് ദ റൈസ്. അപ്പം അരി കഴുകിയാൽ എന്നോട് പറയണം. കഴുകിയാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുകിയതിന് ശേഷം എന്നാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ ആഫ്റ്റർ എന്ന് യൂസ് ചെയ്തു. ടെൽ മീ ആഫ്റ്റർ വാഷിംഗ് ദ റൈസ്. വെള്ളം തിളക്കുന്നു, വേഗം അരി കഴുകൂ. വെള്ളം തിളക്കുന്നു, വേഗം അരി കഴുകൂ. ദ വാട്ടർ ഈസ് ബോയിലിംഗ്, വാഷ് ദ റൈസ് ക്വിക്ക്ലി. ഓക്കെ, വെള്ളം തിളക്കുന്നു. ദ വാട്ടർ ഈസ് ബോയിലിംഗ്, വാഷ് ദ റൈസ് ക്വിക്ക്ലി. വേഗം അരി കഴുകൂ. ഓക്കെ, എനിക്ക് അരി കഴുകാനുണ്ട് അല്ലെ. ഇപ്പം നമ്മൾ വെള്ളം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് എനിക്ക് അരി കഴുകാനുണ്ട്. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഐ ഹാവ് ടു വാഷ് ദ റൈസ്. ഐ ഹാവ് ടു വാഷ് ദ റൈസ്. അവിടെ നമ്മൾ ഹാവ് ടു യൂസ് ചെയ്ത് പറയണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. കുറെ സമയമായി വെള്ളം തിളക്കുന്നു, ഞാൻ അരി കഴുകട്ടെ അല്ലേ. കുറെ സമയമായി വെള്ളം തിളക്കുന്നു, ഞാൻ അരി കഴുകട്ടെ. ഇവിടെ നിങ്ങൾ സെന്റൻസ് ശ്രദ്ധിക്കണം. ദ വാട്ടർ ഹാസ് ബീൻ ബോയിലിംഗ് ഫോർ എ ലോങ് ടൈം. ദ വാട്ടർ ഹാസ് ബീൻ ബോയിലിംഗ് ഫോർ എ ലോങ് ടൈം. കുറെ സമയമായി വെള്ളം തിളക്കുന്നു. ഇനി ഞാൻ അരി കഴുകട്ടെ എന്ന് പറയുന്നുണ്ടല്ലോ. ഇവിടെ ടെ എന്ന് പറയുമ്പോൾ നമുക്ക് മേ, ഐ, അതുപോലെ തന്നെ ലെറ്റ് മീ എന്നൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് വരും. പക്ഷേ ഇവിടെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാൾ ഐ വാഷ് ദ റൈസ് എന്നാണ്. ഷാൾ ഐ വാഷ് ദ റൈസ്. അതായത് നമ്മളിപ്പം ഷാള് അങ്ങനെ ഉപയോഗിക്കാറില്ല അല്ലെ. വില്ലാണ് ഒട്ടുമിക്ക ഫ്യൂച്ചർ സെന്റൻസുകളിൽ നമ്മൾ യൂസ് ചെയ്യാറ്. പക്ഷേ ഇവിടെ നമുക്ക് ഏറ്റവും യൂസ് ചെയ്യാൻ പറ്റുന്നത് ഷാൾ ഐ വാഷ് ദ റൈസ് എന്നാണ് കേട്ടോ. അതിനൊരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ലെറ്റ് മീ അതുപോലെ മേ ഐ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരാളോട് നമ്മുടെ സമ്മതം ചോദിക്കലാണ്. മേ ഐ പൊതുവായിട്ട് നമ്മൾക്ക് ഉള്ള ഒരു സമ്മതം ചോദിക്കലാണ്. പക്ഷെ ലെറ്റ് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്യണം. ഇപ്പം ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഈ കാര്യം ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ അരി കഴുകട്ടെ എന്നുള്ളത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചൊരു കാര്യമാണെങ്കിൽ നമ്മളവിടെ ലെറ്റ് മീ വാഷ് ദ റൈസ് എന്ന് നമ്മൾ പറയും. പക്ഷെ ഇവിടെ വെള്ളം തിളച്ചുകൊണ്ടിരുന്നിട്ട് കുറേ സമയം അയക്കണം. അപ്പം ഞാനത് ചെയ്യട്ടെ എന്നുള്ളൊരു റിക്വസ്റ്റ് ആണ്. സംഭവം കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നും, ഞാനത് ചെയ്തോട്ടെ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പം ഷാൾ ഐ വാഷ് ദ റൈസ്. ഞാൻ വാതിൽ തുറക്കട്ടെ. ഷാൾ ഐ ഓപ്പൺ ദ ഡോർ. ഷാൾ ഐ ഓപ്പൺ ദ ഡോർ. ഇവിടെ നമുക്ക് ഷാൾ യൂസ് ചെയ്ത് ചോദിക്കാം. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ചോദിക്കാം കേട്ടോ. ഓക്കെ, നീ എന്താ അരി കഴുകാത്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നീ എന്താ അരി കഴുകാത്തത്? വൈ ഡിഡ്ന്റ് യു വാഷ് ഇറ്റ്? വൈ ഡിഡ്ന്റ് യു വാഷ് ഇറ്റ്? വാഷ് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസ് എന്നുള്ളതാണ്. അപ്പം വൈ ഡിഡ്ന്റ് യു വാഷ് ഇറ്റ്? നീ എന്താ അരി കഴുകാത്തത്? ആ പാത്രത്തിൽ അരി കഴുകൂ. ആ പാത്രത്തിൽ അരി കഴുകൂ. വാഷ് ദ റൈസ് ഇൻ ദാറ്റ് വെസൽസ്. വാഷ് ദ റൈസ് ഇൻ ദാറ്റ് വെസൽ. അപ്പൊ ഇത്രയും സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം. 3 പ്രാവശ്യം അരി കഴുകൂ അല്ലെ. നമ്മളൊക്കെ അങ്ങനെ കഴുകാറുണ്ടല്ലോ. 3 പ്രാവശ്യം അരി കഴുകൂ എന്നെങ്ങനെ പറയും എന്നുള്ളതെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത സെന്റൻസ് എന്ന് പറയുന്നത് ഒരു വസ്തു അല്ലെ കഴുകുന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ വേറൊരു വസ്തു എടുത്തിട്ട് നിങ്ങൾക്കും ഇതേ സെന്റൻസുകൾ പറയാനായിട്ട് പറ്റും. അപ്പൊ നമ്മളെ കാർ കഴുകുന്നതും ക്ലോത്ത് കഴുകുന്നതും അതുപോലെ തന്നെ ചെരുപ്പ് കഴുകുന്നതും ഒരു കിച്ചണിലായാലും ഇപ്പൊ ഫിഷ്, മീറ്റ് ഇതൊക്കെ കഴുകുന്നതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ സെന്റൻസുകൾ പറയാനായിട്ട് പറ്റും.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് ചോദിക്കുക. ഞാൻ തന്ന സെന്റൻസ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മാത്രം കാണുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.